സാർ, അമേരിക്കയുടെ ഒരു വിമാനം ഇപ്പം ഇറാഖിൽ വെച്ച് വെടിവെച്ചിട്ടു എന്നാണ് കേൾക്കുന്നത്. അത് ഇറാഖിലെ തന്നെ ഷിയ വിഭാഗത്തിൽപ്പെട്ട ഈ തീവ്രവാദ സംഘടനകളൊക്കെ ഉണ്ടല്ലോ, അവരുടെ ഒരു കൂട്ടരാണ് അവരെ ആക്രമിച്ചതെന്ന് കേൾക്കുന്നു. മാത്രമല്ല, ഈ ജെറാഡ് ഫോർഡ് കത്തി എന്നുള്ള ചില വാർത്തകളും പുറത്തേക്ക് വരുന്നു. എന്താണ് വാസ്തവം? അതായത് അമേരിക്ക അങ്ങനെ കാര്യമായിട്ടൊന്നും ഈ യുദ്ധത്തിൽ വിജയം അവകാശപ്പെടാവുന്ന അവസ്ഥയിൽ എത്തിയിട്ടില്ല. അതാണ് വാസ്തവം. മാത്രമല്ല, മുജ്താബയുടെ ഒരു സന്ദേശം ആദ്യമായിട്ട് ഇന്നലെ ഇറാൻ TV-യിൽ വായിച്ചു. മുജ്താബ വന്നില്ല, എഴുതിയത് വായിക്കുകയാണ് ചെയ്തത്. അതിൽ ട്രംപ് വെടിനിർത്തൽ പ്രഖ്യാപിച്ചാലും ഇറാൻ യുദ്ധം നിർത്തില്ല എന്ന് മുജ്താബ വ്യക്തമാക്കിയിട്ടുണ്ട്. നഷ്ടപരിഹാരം വേണം. ഇറാൻ ഇസ്രയേലും അമേരിക്കയും കൂടി അനാവശ്യമായിട്ട് ആക്രമിച്ചതാണ്. നഷ്ടപരിഹാരം വേണം. ഈ ഖമനയുടെ മരണത്തിന് ആ 146 കുട്ടികളില്ലേ, പെൺകുട്ടികളെ കൊന്നില്ലേ, അത് അമേരിക്കയുടെ ടൊമാഹോക്ക് മിസൈലാണ് കൊന്നതെന്ന് ഇപ്പോൾ വളരെ വ്യക്തമാണ്. അവരുടെ ജീവന് എല്ലാത്തിനും പകരം ചോദിക്കും, ഓരോ തുള്ളി രക്തത്തിനും പകരം ചോദിക്കുന്ന മുജ്താബ വ്യക്തമാക്കിയിട്ടുമുണ്ട്. ഇത് സംഭവിച്ചത് എന്താണെന്ന് വെച്ചാൽ, അമേരിക്കയുടെ KC-135 റീഫ്യൂവലിംഗ് വിമാനം എന്ന് പറഞ്ഞാൽ മറ്റ് യുദ്ധവിമാനങ്ങൾക്കൊക്കെ ഇന്ധനം നിറച്ചു കൊടുക്കുന്ന റീഫ്യൂവലിംഗ് വിമാനമാണ് ആകാശത്ത് നിന്ന് ഇറാഖിൽ വെടിവെച്ചിട്ടിരിക്കുന്നത്. ഇറാഖിൽ 8 ഷിയ തീവ്രവാദി ഗ്രൂപ്പുകളുണ്ട്. ആ 8 ഗ്രൂപ്പുകളുടെയും കൂടി മൊത്തം ഏകോപിച്ച സംഘടന, അംബ്രല ഓർഗനൈസേഷൻ, അതാണ് ഇസ്ലാമിക് റെസിസ്റ്റൻസ് ഓഫ് ഇറാൻ, IRI. ഇസ്ലാമിക് റെസിസ്റ്റൻസ് ഓഫ് ഇറാഖ്, IRI. അത് IRI ആണ് വെടിവെച്ചിട്ടതെന്ന് അവര് ഉത്തരവാദിത്തം ഏറ്റെടുത്തിട്ടുണ്ട്. ഈ സംഭവവും അതുപോലെ ജെറാൾഡ് ഫോർഡ് വിമാനവാഹിനി ഇപ്പൊ ചെങ്കടലിലുള്ളത്, അതില് ഒരു തീപിടുത്തം ഉണ്ടായതും രണ്ടും അമേരിക്കയുടെ സെൻകോം, സെൻട്രൽ കമാൻഡ് വിശദീകരിച്ചിരിക്കുന്നത് അങ്ങനെ ശത്രുക്കളുടെ ആക്രമണം ഉണ്ടായിട്ടല്ല, ഇത് മുഴുവൻ ആക്സിഡന്റ് ആയിരുന്നു എന്നാണ് വിശദീകരിച്ചിരിക്കുന്നത്. യുദ്ധകാലത്ത് ഇത് അമേരിക്കക്കാരുടെ ബോധ്യത്തിന് വേണ്ടി അമേരിക്ക പറയുന്നതായിട്ടേ നമുക്ക് കരുതാൻ പറ്റുള്ളൂ. കാരണം ഇസ്ലാമിക് റെസിസ്റ്റൻസ് ഉത്തരവാദിത്തം ഏറ്റെടുത്ത് കഴിഞ്ഞല്ലോ. അപ്പോ ഈ പടിഞ്ഞാറൻ ഇറാഖിൽ വെച്ചിട്ടാണ് ഈ റീഫ്യൂലിംഗ് വിമാനം, ഈ ഇന്ധന വിമാനം വെടിവെച്ചിട്ടിരിക്കുന്നത് IRI. അത് അവർ വ്യക്തമാക്കിയിരിക്കുന്നത് അവരുടെ എയർ ഡിഫൻസ് യൂണിറ്റുകൾ, വിമാനവേദ സംവിധാനം കൊണ്ട് അവർ വെടിവെച്ചിട്ടു എന്ന് അവർ അവരുടെ ടെലഗ്രാം ചാനലിൽ കൂടിയാണ് വ്യക്തമാക്കിയിരിക്കുന്നത്. ഇന്നലെ ആണ് ഇത് സംഭവിച്ചത്. ഇത് അല്ലാതെ ഒരു വിമാനം കൂടി വെടിവെച്ചിട്ടിട്ടുണ്ട് അമേരിക്കയുടെ, അത് ഇസ്രയേലിലാണ്. അപ്പൊ 2 വിമാനം കൂടി യുദ്ധരംഗത്ത് അമേരിക്കയ്ക്ക് നഷ്ടപ്പെട്ടു. നേരത്തെ കുവൈറ്റ് 3 അമേരിക്കൻ വിമാനങ്ങൾ വെടിവെച്ചിട്ടിരുന്നു. അത് മനഃപൂർവ്വമാണെന്ന് അമേരിക്കൻ പ്രതിരോധ മാധ്യമങ്ങൾ തന്നെ പറയുന്നുണ്ട്. കുവൈറ്റ് വെടിവെച്ചിട്ടതാണ്. കാരണം സൈഡ് വൈൻഡർ മിസൈലുകൾ കൊണ്ടേ കുവൈറ്റിന്റെ തന്നെ വിമാനം ആകാശത്ത് വെച്ച് തന്നെ അമേരിക്കയുടെ ഒരു തവണയിലെ 1-2 തവണ അബദ്ധം പറ്റാം, 3 തവണ എങ്ങനെ എന്നുള്ള ചോദ്യമാണ് അതിൽ വന്നത്. അപ്പൊ 3-2 5 വിമാനം, 7 ഭടന്മാർ കൊല്ലപ്പെട്ടിട്ടുണ്ട് അമേരിക്കയുടെ. അപ്പൊ അമേരിക്കയുടെ ഭാഗത്ത് ധാരാളം നഷ്ടങ്ങൾ വരുന്നുണ്ട്. 6 പേര് ഈ റീഫ്യൂവലിംഗ് ഇന്ധന വിമാനത്തിൽ ഉണ്ടായിരുന്നു എന്നാണ് സ്വതന്ത്ര വാർത്താ ഏജൻസികൾ റിപ്പോർട്ട് ചെയ്യുന്നത്. അതിൽ എത്ര ആളുണ്ടായിരുന്നു എന്നൊന്നും അമേരിക്ക വ്യക്തമാക്കിയിട്ടില്ല. 6 പേർ വിമാനത്തിലുണ്ടായിരുന്നു എന്ന് റോയിട്ടേഴ്സ് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഇത് ഇപ്പോൾ 7 പേര് കൊല്ലപ്പെട്ടതിന് പുറമെ 150 അമേരിക്കൻ ഭടന്മാർക്ക് പരിക്കേറ്റിട്ടും ഉണ്ട്. അപ്പോൾ അമേരിക്കയിൽ ഇപ്പോൾ പൊതുജനം പൊതുവെ ട്രംപിന് എതിരായി വരുന്നു എന്ന് സർവേകളിൽ കാണുന്നുണ്ട്. അതായത് ഒരു പോളിലിപ്പോൾ വന്നിരിക്കുന്നത് 53% പേര് ഈ യുദ്ധത്തിന് എതിരാണ് എന്നാണ്. അത് ക്വിന്നി പിയാക്ക്
യൂണിവേഴ്സിറ്റി, ക്വിന്നിപ്പിയാക്ക് യൂണിവേഴ്സിറ്റി നടത്തിയ സർവേയിൽ 9-ാം തീയതി കഴിഞ്ഞ ദിവസം നടത്തിയ സർവേയിലാണ് അങ്ങനെ കണ്ടത്. 53% പേര് ട്രംപിനെതിരാണ്. 74% പേര് ഈ യുദ്ധം തന്നെ ആവശ്യമില്ല എന്നാണ് ആ സർവേയിൽ അഭിപ്രായപ്പെട്ടത്. ഇപ്സോസ് നടത്തിയ ഒരു സർവേയിൽ 43% പേര് ഈ യുദ്ധത്തിനെ എതിർത്തിട്ടുണ്ട്. 29% പേര് മാത്രമാണ് അനുകൂലിച്ചത്. ബാക്കിയുള്ളവര് ന്യൂട്രൽ എന്ന് പറഞ്ഞാൽ എന്താണ് പറയേണ്ടത്, അനിശ്ചിതം, എന്താണ് പറയേണ്ടതെന്ന് അറിയില്ല എന്നുള്ള അവസ്ഥയിൽ. അപ്പോൾ പൊതുവെ ജനവികാരം ട്രംപിനെതിരാണ്. അതാണ് നവംബറിലെ ഇടക്കാല തെരഞ്ഞെടുപ്പിൽ അയാൾ തോൽക്കുന്ന അവസ്ഥയിൽ ഈ യുദ്ധം കൊണ്ട് എത്തിക്കും എന്നുള്ളത്. അപ്പോൾ ട്രംപ് വെടിനിർത്തൽ പ്രഖ്യാപിച്ചാലും ഞങ്ങൾ നിർത്തില്ല എന്നാണല്ലോ മുസ്താഫ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ടക്കർ കാൾസൺ അവിടെ വളരെ അറിയപ്പെടുന്ന ഈ പോഡ്കാസ്റ്റ് അവതാരകൻ, TV അവതാരകനാണ് ടക്കർ കാൾസൺ. പൊതുവെ ഈ മാഗയുടെ കൂടെ മേക്ക് അമേരിക്ക ഗ്രേറ്റ് പ്രസ്ഥാനം ഉണ്ടല്ലോ ട്രംപിന്റെ, അതിന്റെ കൂടെ നിൽക്കുന്ന ഒരാളാണ് ടക്കർ കാൾസൺ. പക്ഷേ ടക്കർ കാൾസന് ഇപ്പൊ ട്രംപിനെതിരായിരിക്കുന്നു. ട്രംപിനെ അയാളുടെ ഉപദേഷ്ടാക്കൾ മിസ്ഗൈഡ് വഴിതെറ്റിക്കുകയായിരുന്നു എന്നാണ് ടക്കർ കാൾസൺ കഴിഞ്ഞ ദിവസം പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ മാധ്യമങ്ങളും ട്രംപിന് അനുകൂലമായിരുന്ന മാധ്യമങ്ങളും കൂടി ട്രംപിന് എതിരായിരിക്കുന്നു എന്നുള്ളത് അർത്ഥം. ഇനി ഈ IRA പറ്റി പറഞ്ഞാൽ, ഇസ്ലാമിക് റെസിസ്റ്റൻസ് ഓഫ് ഇറാഖ്, അവര് 2023 ഒക്ടോബർ മുതൽ, അതായത് ഹമാസിന്റെ ആക്രമണം നടന്നില്ലേ, ഗാസ പ്രശ്നം, ആ ഗാസ യുദ്ധം മുതൽ റോക്കറ്റുകളും ഡ്രോണുകളും അയക്കുന്നുണ്ട് ഇസ്രയേലിനെതിരെയും മറ്റേ അമേരിക്കൻ താവളങ്ങൾക്ക് നേരെയും അയക്കുന്നുണ്ട്. അപ്പോൾ ഇറാഖ്, ജോർദാൻ, സിറിയ, ആ 3 രാജ്യങ്ങളിലെയും അമേരിക്കൻ താവളങ്ങൾക്കെതിരെ IRA ഇപ്പോൾ വെടിവെച്ചിട്ട ആ സംഘടന മറ്റേ റോക്കറ്റുകൾ അയക്കുന്നുണ്ട്, ഡ്രോണുകളും അയക്കുന്നുണ്ട്. 2024 ജനുവരി 18-ാം തീയതി 3 അമേരിക്കൻ ഭടന്മാർ ജോർദാനിൽ കൊല്ലപ്പെട്ടു ഈ IRAയുടെ ആക്രമണത്തിൽ. പിന്നെ 2023 നവംബർ മുതൽ ഇസ്രയേലിലും ആക്രമണം നടത്തുന്നുണ്ട് IRA. 2025 ഏപ്രിലിൽ ട്രംപിന് താല്പര്യമുണ്ടെങ്കിൽ ഞങ്ങൾ ഈ ആയുധം താഴെ വെക്കാം എന്നൊക്കെ അവർ പ്രഖ്യാപിക്കുകയൊക്കെ ചെയ്തിരുന്നു. പക്ഷേ വീണ്ടും അമേരിക്കക്കെതിരെ ആക്രമണം ഇപ്പം നടത്തുന്നുണ്ട്. 8 ഗ്രൂപ്പുകളാണ് ഈ ഇറാഖ് മിലിഷ്യ എന്ന് പറയുന്നത്. അപ്പോൾ ഇറാഖിലും സിറിയയിലും, ഇറാഖിലും അമേരിക്കൻ താവളങ്ങളുണ്ട്, അതിനെതിരെയും ആക്രമണം നടത്തുന്നുണ്ട്. ഇറാഖിൽ ഇപ്പോൾ അമേരിക്ക ആക്രമണം നടത്തുന്നുണ്ടല്ലോ കഴിഞ്ഞ 2-3 ദിവസമായിട്ട്. അത് ഈ മിലിഷ്യക്കെതിരെ ആണെന്ന് വേണം കരുതാൻ. അതുകൊണ്ടാണ് ഈ മിലിഷ്യ തിരിച്ചടിക്കുന്നത്. ഇറാഖിലും യുദ്ധം വ്യാപിച്ചിട്ടുണ്ട്. ഇറാഖില് അൽഫോ തുറമുഖത്ത് ഇറാനും ആക്രമണം നടത്തിയിരുന്നു. എന്താന്ന് വെച്ചാൽ അവിടെ അമേരിക്കൻ താവളം ഉള്ളത് കൊണ്ടാണ് ഇറാൻ ഇറാഖിലും അൽഫോ തുറമുഖത്തും ആക്രമിച്ചത്. അപ്പോൾ ഈ കഴിഞ്ഞ 24 മണിക്കൂറിൽ 13 ഓപ്പറേഷൻ നടത്തിയതായിട്ട് IRA അവരുടെ ടെലഗ്രാം ചാനലിൽ പറഞ്ഞിട്ടുണ്ട്. ഹാദിദ് ഡ്രോണുകൾ ആണ് അയച്ചത് എന്ന് പറഞ്ഞിട്ടുണ്ട്. ഹാദിദ് ഡ്രോണുകൾ ശരിക്കും ഇറാന്റെ ആണ്. അപ്പൊ ഇറാൻ ഈ ഡ്രോണുകൾ അവർക്ക് സപ്ലൈ ചെയ്തിട്ടുണ്ട് എന്നർത്ഥം. ഇനിയുള്ളതാണ് വിമാനവാഹിനി ജെറാൾഡ് ഫോർഡ്. ജെറാൾഡ് ഫോർഡ് ഇസ്രയേലിലെ ഹൈഫ തുറമുഖത്ത് കടന്നിരുന്നതാണ് ഇസ്രയേലിന് കവചമായിട്ട്. അത് അവിടെ നിന്ന് സൂയസ് കനാൽ വഴി കഴിഞ്ഞ ആഴ്ച ചെങ്കടലിലേക്ക് പോയി. ജോർജ് W. ബുഷ് എന്ന് പറഞ്ഞ 3ാമത്തെ വിമാനവാഹിനി ഇനി ഹൈഫ തുറമുഖത്തിന്റെ അടുത്ത് വരുന്നാണ് കരുതപ്പെടുന്നത്. അത് 3 ആഴ്ച എടുക്കും. ചെങ്കടലിലേക്ക് ജെറാൾഡ് ഫോർഡ് പോയത് ഹൂത്തികളുടെ ആക്രമണം അവിടെ കപ്പലുകൾക്കെതിരെ, സൂയസ് കനാൽ വഴി പോകുന്ന കപ്പലുകൾ അവിടെ വരുമല്ലോ, യമൻ തുറമുഖത്തൊക്കെ വരുമല്ലോ, അൽ മന്ദേബിലൊക്കെ വരും. അപ്പോ ആ ഭാഗത്ത് ഹൂത്തികളെ നേരിടാനാണ് ഈ ജെറാൾഡ് ഫോർഡ് ചെങ്കടലിൽ പോയത് എന്നാണ് ഇതുവരെ പറഞ്ഞുകൊണ്ടിരുന്നത്. ആ ജെറാൾഡ് ഫോർഡ് വിമാനവാഹിനിയില് തീ കഴിഞ്ഞ ദിവസം ഉണ്ടായി. അത് അണച്ചു. അത് 12-ാം തീയതി
ആണ് ഈ സംഭവം ഉണ്ടായത്. 2 പേർക്ക് പരിക്കേറ്റിട്ടുണ്ട്. ഇതാ അലക്ക് സ്ഥലത്ത് ലോണ്ട്രിയിലാണ് ഇത്, മെയിൻ ലോണ്ട്രിയിലാണ് ഈ തീപിടുത്തം ഉണ്ടായതെന്നാണ് സെൻകോമിന്റെ വിശദീകരണം. പ്രൊപ്പൽഷൻ പ്ലാന്റ് ഭദ്രമാണ്, അതുകൊണ്ട് വിമാനവാഹിനിക്ക് സഞ്ചാരത്തിന് കുഴപ്പമൊന്നുമില്ല എന്നും അവർ പറഞ്ഞു. ഇത് ആണവോർജം വഴി സഞ്ചരിക്കുന്ന വിമാനവാഹിനിയാണ്, ലോകത്തിലെ ഏറ്റവും വലിയ വിമാനവാഹിനിയാണ്. ഇത് നോർഫോക്കിൽ നിന്ന് 2025 ജൂൺ 24 പുറപ്പെട്ടതാണ്. മറ്റേ വെനസ്വേല ഓപ്പറേഷനിലും ഉണ്ടായിരുന്നു. ഈ നാവികർക്കൊരു വിശ്രമവും ഈ ജെറാൾഡ് ഫോർഡിൽ കിട്ടിയിട്ടില്ല. അപ്പൊ ജെറാൾഡ് ഫോർഡും ആക്രമിക്കപ്പെട്ടതാണോ എന്ന സംശയം നിലനിൽക്കുന്നുണ്ട്. ആക്രമിക്കപ്പെട്ടതല്ല എന്നാണ് സെൻകോ പറയുന്നത്. അതുപോലെ മറ്റേ എബ്രഹാം ലിങ്കണും നേരത്തെ ഒമാൻ തീരത്ത് നിന്ന് മാറിപ്പോയതായിട്ട് നമ്മൾ ചർച്ചയിൽ പറഞ്ഞിരുന്നു. അപ്പൊ വിമാനവാഹിനികൾ വലിയ ചെലവുള്ളതാണല്ലോ. അപ്പൊ അതുകൊണ്ട് അത് മാറ്റി നിർത്തിയിരിക്കുകയാണ് എന്ന് വേണം കരുതാൻ. അപ്പോൾ മാത്രമല്ല, ജെറാൾഡ് ഫോർഡിലെ മറ്റേ കക്കൂസുകൾ മറ്റേ വൃത്തിഹീനമാണ് എന്നുള്ളതും വാർത്തകൾ ധാരാളമായിട്ട് വന്നിരുന്നു. സക്ഷൻ നടക്കുന്നില്ല, അതുകൊണ്ട് നാവികർക്ക് ആ വിമാനവാഹിനിയിൽ വലിയ മടുപ്പാണ് എന്നുള്ള റിപ്പോർട്ടുകളും വന്നിരുന്നു. ശരിക്കും പറഞ്ഞാൽ ഇപ്പോൾ ഈ അമേരിക്ക വല്ലാത്തൊരു പ്രതിസന്ധി തന്നെ നിൽക്കുകയാണ്. അവർക്ക് പ്രതിരോധിക്കാനും പറ്റുന്നില്ല, ആക്രമിച്ച് കീഴ്പ്പെടുത്താനും പറ്റുന്നില്ല എന്നൊരവസ്ഥയിൽ സ്വന്തം വിമാനങ്ങളൊക്കെ നഷ്ടപ്പെടുന്ന പറഞ്ഞാൽ വലിയ സാമ്പത്തിക നഷ്ടവും അമേരിക്കയ്ക്ക് ഉണ്ടാകുന്നില്ലേ? വലിയ നഷ്ടമാണ് അമേരിക്കയ്ക്ക് ഉണ്ടാകുന്നത്. കാരണം ആ ബില്യണുകളുടെ കണക്കൊക്കെ വന്നിരുന്നു. കഴിഞ്ഞ ഒരാഴ്ച കൊണ്ട് $11 ബില്യൺ മറ്റേ നഷ്ടം വന്നിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് പലതരം കണക്കുകളും വരുന്നുണ്ട്. അതിനു പുറമെയാണ് ഈ ട്രംപിന് നാട്ടില് അയാളുടെ പോപ്പുലാരിറ്റി ഇടിയുന്നു എന്നുള്ളത്. അപ്പോൾ പ്രൈമറീസ് ഒക്കെ ഇപ്പം നടക്കുന്നുണ്ടല്ലോ. അതെ. അപ്പോൾ നവംബറിലാണ് ഇടക്കാല തെരഞ്ഞെടുപ്പ്. അതിൽ തോറ്റു കഴിഞ്ഞാൽ പിന്നെ കോൺഗ്രസ്സിൽ അവിടുത്തെ പ്രതിനിധി സഭയിൽ അയാൾക്ക് ഒന്നും ചെയ്യാൻ പറ്റാതെ വരും. അയാൾക്ക് ചിലപ്പോൾ രാജിവെച്ച് പോകേണ്ടി വരും എന്നുള്ള അവസ്ഥ ഉണ്ട്. ഇപ്പോൾ ഇറാനെ വിചാരിച്ച പോലെ കീഴ്പ്പെടുത്താൻ കഴിഞ്ഞിട്ടില്ല എന്ന് പൊതുവെ മാധ്യമങ്ങൾ വിലയിരുത്തുന്നുണ്ട്. വെനസ്വേല പോലെ പെട്ടെന്നത് ഖമനിയെ കൊല്ലുന്നതോടുകൂടി സംഗതി തീരും എന്ന് ട്രംപ് വിചാരിച്ചെടുത്ത് അയാൾക്ക് പാളിപ്പോയി. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.